അച്ഛന്മാരെ എന്നാ ഉണ്ട്? ഞാനേ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്ക് മോർഗേജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നൊരു ഇവിടുത്തുകാരനൊരു ഓസ്ട്രേലിയനാണ് സായിപ്പ്. പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞൊരു കാര്യം ആണ്, മറ്റൊന്നുമല്ല. അതായത് ഈ ഓസ്ട്രേലിയയിലൊക്കെ ഈ സാധാരണ കുട്ടികളൊക്കെ ഒരു 20, 21, 22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞ് അവരെല്ലാം ഏതെങ്കിലും ഒരു പ്രൊഫഷനിലാവും. അപ്പോൾ സാധാരണഗതിക്ക് ഇവർ പഠിത്തം കഴിഞ്ഞു ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ജോലിക്ക് കയറുന്നു. അവരവരുടെ പാർട്ട്ണറെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഒരു പാർട്ട്ണറിൻ്റെ കൂട്ടത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരു വീട് മേടിക്കുന്നു. അതായത് ഏകദേശം ഒരു 25 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും അവർ വീട് മേടിക്കും, 25 വയസ്സാകുമ്പോൾ. അത് കഴിഞ്ഞ് സാധാരണഗതിക്കുള്ള ഈ മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വർഷത്തെ മോർഗേജ് ആയിരിക്കും. അതായത് അവർക്കൊരു 50 വയസ്സാകുമ്പോഴത്തേക്കും അവർ മോർഗേജ് അടച്ച് തീർക്കും. ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് ആ പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ 50 വയസ്സ് മുതൽ ഇവർ വളരെ കൂളാണ്. അതായത് ഇവർക്ക് മോർഗേജ് ഇല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റും അതും ഇതുമൊക്കെ ചെയ്യുന്നവർക്ക് ഒക്കെ ചിലപ്പോൾ കാണും 2-3 ഒക്കെ വീട് ഉണ്ടെങ്കിലൊക്കെ, അതൊക്കെ വേറെ ടോപ്പിക്ക്. പക്ഷേ ഒരു സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന് ഇവിടെ മര്യാദയ്ക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 50 വയസ്സാകുമ്പോൾ അവരുടെ മോർഗേജ് തീരുന്ന ഒരവസ്ഥ വരും. 50 വയസ്സ് കഴിഞ്ഞാൽ അവർ വളരെ കൂളാണ്. അവർക്ക് പിന്നെ സ്ട്രെസ്സില്ല. വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോൾ ഉള്ളവർ ഇവിടെ വരുന്നത് തന്നെ ഒരു 35-40 വയസ്സാകുമ്പോഴാണ്. 35 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഒരുമാതിരിപ്പെട്ടവരൊക്കെ വരുന്നത്. അതിന് മുമ്പ് വരുന്ന സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വരുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്ന് വീട് മേടിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മോർഗേജ് അടച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മോർഗേജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു സുഖം വേറെ ഒന്നുമില്ല. നമുക്കൊരു സ്ട്രെസ്സും ഇല്ല. ഇപ്പം നമുക്ക് ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ നേഴ്സസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ ടൈം ജോലിക്ക് പോകണ്ട, പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോയാൽ മതി. ബാക്കിയുള്ള സമയം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. സമയത്തെല്ലാം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും യാത്രകൾ പോകാൻ പറ്റും. നമുക്കധികം സ്ട്രെസ്സില്ല. ആകെപ്പാടെ പിന്നെ വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ചിലവേ വരുന്നുള്ളൂ. ചെറിയ റേറ്റ്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയുള്ള കുറച്ച് ചിലവ്. ഈ മോർഗേജ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ, അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ മോർഗേജ് എടുത്തു കഴിഞ്ഞെന്നാൽ എത്രയും പെട്ടെന്ന് അടയ്ക്കാനുള്ള പല പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു 100 രൂപ വെച്ച് നേരത്തെ എല്ലാ മാസവും എക്സ്ട്രാ അടയ്ക്കുക. ഒരു മാസത്തെ മോർഗേജ് 2 ആഴ്ചയിൽ ആയിട്ട്, ഫോർട്ട് നൈറ്റിൽ അടയ്ക്കാൻ, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉള്ള ലാഭങ്ങൾ, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഈ മോർഗേജ് പെട്ടെന്ന് അടച്ചു തീർക്കാൻ. അതായത് 25 വർഷം എന്നുള്ളത്, അല്ല 30 വർഷം എന്നുള്ളത്, അത് ഒരു 5 കൊല്ലം കൂടി നേരത്തെ, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കൂടിയൊക്കെ നേരത്തെ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർഗേജ് എങ്ങനെയും അടച്ച് തീർക്കുക എന്നുള്ളതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വല്ല ഇൻവെസ്റ്റ്മെൻറ്റിനോ അതിനൊക്കെ പോകും. എന്നാലും അതിനു മുമ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുതെന്നല്ല, ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ മിടുക്കെന്നിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ പണിയാവും. ഇൻവെസ്റ്റ്മെൻറ്റിന് ഞാനൊരിക്കലും എതിരല്ല. പക്ഷേ അങ്ങനെ ഇത് ലാഭം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ മിടുക്ക്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ലോണ് അടയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നാട്ടിൽ സ്വർണം ഉണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്, ഡെഡ് മണി പോലെ. നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും സ്വർണം വിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. പക്ഷേ ഈ വെറുതെ ഇരിക്കുന്ന സ്വർണം, അതുപോലെ തന്നെ വസ്തുവകകൾ നാട്ടിലിട്ടുകൊണ്ട് കിടക്കുക, നമ്മളാരും തിരിച്ച് നാട്ടിലേക്ക് പോകത്തില്ല. ഇവിടെ സിറ്റിസൺഷിപ്പ് ആയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടം കൊണ്ടൊക്കെ അങ്ങ് തീരത്തേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ വെറുതെ ഇട്ടേക്കുന്ന സ്വത്ത് വകകൾ,
അത് വിൽക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വിറ്റ് കാശ് ഇവിടെ കൊണ്ടുവരിക. ബാങ്കിൽ മാക്സിമം നമ്മുടെ ഓഫ്സെറ്റ് അക്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ സേവിങ് ഓഫ്സെറ്റ് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞെന്നാൽ അത് കിടക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഹൗസിംഗ് ലോണിന് പൈസ കൊടുക്കണ്ട, പലിശ കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന പൈസ ഇതിനകത്ത് ഇട്ടാൽ മതി. അപ്പോൾ അതിനകത്ത് ഇടുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണേലും നമുക്ക് അത് എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ. എപ്പോൾ വേണേലും നമുക്കിപ്പോൾ $1,000 അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഓഫ്സെറ്റ് അക്കൗണ്ട്. അത് യു കെയിലൊന്നും ഇല്ല അങ്ങനത്തെ. ഞാൻ യു കെയിലുണ്ടായിരുന്നപ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു ഓഫ്സെറ്റ് അക്കൗണ്ടിൻ്റെ പരിപാടിയൊന്നും വേറെ രാജ്യങ്ങളിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. യു കെയിലില്ലായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. ഏർലി റിട്ടയർമെൻറ്റിന് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു 50 വയസ്സാകുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് കൂളായിട്ട് പിന്നെ ഉള്ള റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഹാവ് എ ഗുഡ് ഡേ.